ഹായ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്ന് ഞാനിവിടെ ജെനിയുടെ മെയിൻ ജങ്ക് ഫുഡ്സ് കാണിച്ചു തരാം നമുക്ക്. ഹായ്, സത്യാട്ടോ ഇതെന്റെ എല്ലാം എന്റെ ഫേവറേറ്റ് ഐറ്റംസ് ആണ്. ക്യാമറ വെച്ച ആക്ച്വലി ഞങ്ങളിത് ആമസോണിൽ 2 ദിവസം മുമ്പ് ഓർഡർ ചെയ്ത പ്രൊഡക്ട്സ് ആട്ടോ. അൺബോക്സിംഗ് വീഡിയോ എല്ലാം കഴിഞ്ഞു. അൺബോക്സിംഗ് വീഡിയോ എല്ലാം ഫുഡ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഓൾറെഡി കംപ്ലീറ്റ് ആയി. ഇതെല്ലാം ഞങ്ങളുടെ ഫേവറേറ്റ് ഐറ്റംസ് ആണ്. ആക്ച്വലി ജങ്ക് ഫുഡ് എൻകറേജ് ചെയ്യുന്നൊന്നും അല്ല കേട്ടോ. ജങ്ക് ഫുഡ് ശരീരത്തിന് നല്ലതല്ല എന്ന് എല്ലാവർക്കും അറിയാലോ. അതേപോലെ തന്നെയാണ്. പക്ഷെ ഇത് നമ്മൾ മലയാളീസ് ടൈം പാസ് എന്നല്ല, എന്തെങ്കിലും ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്ന ശീലം മലയാളീസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. ഇവിടെ ഇതൊക്കെ കിട്ടാനുള്ളൂ. ഇതൊന്നും നമ്മുടെ കേരള പ്രോഡക്ട്സ് ഒന്നും അല്ല കേട്ടോ. ബാംഗ്ലൂരിലുള്ള എന്താ പറയാ കന്നഡ ടേസ്റ്റ് എന്ന് പറയാൻ കാരണം മഹാരാഷ്ട്ര കമ്പനിയാണ്. മഹാരാഷ്ട്ര നാഗ്പൂർ. പക്ഷെ ടേസ്റ്റ് എന്താ നമുക്ക് ഇഷ്ടപ്പെടില്ല. അവര് കൊറേ ജീരകം യൂസ് ചെയ്യും. പിന്നെ ഇവിടെ സ്പെഷ്യൽ സൂപ്പർ മാർക്കറ്റുകളുണ്ട് കേരള ചിപ്സുകൾ കിട്ടുന്ന. ഭയങ്കര കോസ്റ്റ്ലിയാണ്. കുറച്ച് കോസ്റ്റ്ലിയാണ്. നമ്മൾ കേരളത്തിൽ കിട്ടുന്ന സ്റ്റൈലിൽ കിട്ടുമെങ്കിലും കുറച്ച് കോസ്റ്റ്ലിയാണ്. ഈ ആമസോണിൽ നിന്നുള്ള ഡെലിവറികളാണ് ഇപ്പോൾ കൂടുതലും. ഇപ്പോൾ എല്ലാവരും ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എല്ലാവരും ആമസോണിൽ നിന്നായിരിക്കും വാങ്ങുന്നുണ്ടാവുക. അപ്പോൾ ആമസോണിൽ നിന്ന് ഇപ്പോൾ 2 ദിവസം മുന്നേ വാങ്ങിയതാണ്. ഈ മധുരമുള്ള മിക്സറൊക്കെ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആട്ടോ. അതുപോലെ ഇതെൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് കോൺഫ്ലെക്സ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ അത് പറഞ്ഞു വെച്ചേ വാങ്ങിച്ചു. അതുപോലെ ഇത് എൻ്റെ പീനട്ട് എൻ്റെ ഫേവറേറ്റ് ആണ്. ഇത് ചിലതൊക്കെ എൻ്റെ ഫേവറേറ്റ്. ചില ഫുഡ്സ് അതുപോലെ ഗോവന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാർലേജ് ബിസ്ക്കറ്റ്. കുറ്റം പറയാന്ന് വിചാരിക്കരുത്. എനിക്കിത് ചെറുപ്പം പോലെ കഴിച്ചു മടുത്തത് കാരണം ഞാനിപ്പോൾ ഇത് കഴിക്കാറില്ല. പിന്നെ ഇവിടെ ബാംഗ്ലൂർ കോമഡി കൂടെ പറഞ്ഞതാ. ഇവിടെ ബാംഗ്ലൂർ ഇതിനെ പട്ടി ബിസ്ക്കറ്റ് എന്ന് പറയും കേട്ടോ. അത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറ്റപ്പെടുത്തല്ല കേട്ടോ. ബിസ്ക്കറ്റ് ഇതിന് ഇതൊക്കെ നമുക്ക് എന്താ പറയാ ഒരിക്കൽ ചെറുപ്പത്തിലൊന്നും കിട്ടാൻ ഒരു ബേക്കറി ഒന്നും കിട്ടാനില്ലാത്ത സമയത്താണ് നമ്മൾ വാങ്ങിച്ചെടുക്കുന്നത്. നമ്മളുടെ ഫേവറേറ്റ് ഐറ്റംസ് ആണ് ഇതൊക്കെ. പക്ഷെ ഇവിടെ എന്തായാലും പട്ടി ബിസ്ക്കറ്റ് എന്ന് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രാവിലെ ഇവിടെ ചെറിയ ചെറിയ ടീ ഷോപ്സ് ഉണ്ടാവില്ലേ. രാവിലെ നമ്മള് ചായ കുടിക്കാൻ വരുന്ന ചായക്കടയിൽ ചായ കുടിക്കാൻ വരുന്ന ആളുകൾ ഉണ്ടല്ലോ. അവരിത് വാങ്ങിക്കും. ഇത് വാങ്ങിച്ചിട്ട് അവര് കഴിക്കാനല്ല ഇത് വാങ്ങിക്കുക. ഈ തെരുവ് നായ്ക്കൾ ഉണ്ടാവില്ല. തെരുവ് നായ്ക്കൾ, അതെ, മുമ്പിലൂടെ നടക്കുന്ന തെരുവ് നായ്ക്കൾ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതൊരു 5 രൂപ 10 രൂപ റേഞ്ചിൽ ഇത്രയും ആ ഒരു പ്രൈസിൽ നമുക്കിത് കിട്ടും. അതെല്ലാരും വാങ്ങിച്ചിട്ട് ആ നായ്ക്കൾക്ക് കൊടുക്കാറുണ്ട്. ഞങ്ങൾ എപ്പോഴും രാവിലെ മോർണിംഗ് വാക്ക് ഒക്കെ പോകുന്ന സമയത്ത് ഞങ്ങൾ കാണാറുള്ള പരിപാടിയാണ്. അതുപോലെ ഇതൊരു ലേസിന് കോമ്പറ്റീറ്റർ ആയിട്ട് ഇറങ്ങിയൊരു പ്രൊഡക്റ്റാണ്. ഇതൊരു 10 രൂപയുള്ളൂ. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. ലേസിന്റെ കഴിക്കുന്ന ടേസ്റ്റ് ഉണ്ട്. ഇതൊക്കെയാണ് ഞങ്ങൾ ഇവിടെ വാങ്ങിച്ചു വെക്കാറ്. എപ്പോഴും എന്താ പറയാ എന്തെങ്കിലും ടി വി കാണുമ്പോഴോ ഒക്കെ നമ്മൾ കഴിക്കുന്ന സ്നാക്സ് ഐറ്റംസ് ആണ്. പിന്നെ ഇത് ഞങ്ങളുടെ മെയിൻ ഐറ്റം മഞ്ച്. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ആട്ടോ മഞ്ച്. ഗോവൻ എനിക്ക് എപ്പോഴും വാങ്ങിച്ച് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന ഒരു സംഭവമാണ് മഞ്ച്. അതേപോലെ തന്നെ ക്രാക്ക് ബിസ്ക്കറ്റ് അറിയല്ലോ. ചെറുപ്പത്തിൽ നമ്മളെല്ലാവരും ഇത് ഗോവന്റെ ഫേവറേറ്റ് ആട്ടോ. ബിസ്ക്കറ്റ് ഐറ്റംസ് കുറേയൊക്കെ ഉണ്ട്. ഇത് എൻ്റെ ക്രീം ബിസ്ക്കറ്റ്. ഇത് ഡാർക്ക് ഫാൻറ്റസി. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ബിസ്ക്കറ്റാണ്. അതെ, അതേപോലെ സോൻ പാപ്പടി. ഇത് നിങ്ങളൊക്കെ എന്താ പറയാന്ന് പഞ്ഞിമിഠായി പോലെ പഞ്ഞിമിഠായി എന്നൊക്കെ പറയുന്നത്. അതിന്റെ ഒരു ടെസ്റ്റുള്ള ഒരു പഞ്ഞിമിഠായി പോലെ ഇരിക്കും. അതെ, നല്ല ടേസ്റ്റ് ആണ്. അതേപോലെ കാണാൻ ചെറിയ പൈത. ഇതൊക്കെ ഞങ്ങൾ ഓൾറെഡി പൊട്ടിച്ചു കിട്ടോ. ഓൾറെഡി പൊട്ടിച്ചു കഴിഞ്ഞു. കാണാൻ ചെറിയ പാക്കറ്റ് ആണെങ്കിലും ഇതിന്റെ വില എത്രയെന്ന് പറഞ്ഞാൽ 160 130. ആകെ 6 ഉണ്ട് ഉള്ളൂ. ബെസൻ ലഡു എന്നാണ് ഇതിന് പറയുന്നത്. നമ്മൾ കാണുമ്പോൾ വിചാരിക്കുമോ ചെറിയൊരു പാക്കറ്റ്, പക്ഷെ സംഭവം പൊളി കേട്ടോ. ആകെ 6 ഉള്ളൂ. 6 130 രൂപ. വാങ്ങിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ വില കണ്ടത്. ഇത് നമ്മുടെ റെഡിമെയ്ഡ് പോപ്കോൺ ആണ്. അതെ, ഈ പോപ്കോൺ സൂപ്പർ ആണ്. ആക്ച്വലി എനിക്ക് പോപ്കോൺ ഞാൻ അങ്ങനെ കഴിക്കാറില്ല. പക്ഷെ ഇത് സൂപ്പർ സംഭവം പൊളിയാണ്. ഇതിനകത്ത് മറ്റേ നമ്മുടെ പക്ഷെ ഇതിനകത്ത് എന്താ ആഡ് ചെയ്ത മസാല മാഗി മസാലയുടെ ഒരു ടേസ്റ്റ് ഉള്ളതാണ്. ഒരു ചെറിയൊരു പുളി സോർ ടേസ്റ്റ് ഒക്കെ ഉള്ളതാണ്. സംഭവം പൊളിയാണ്.
ഞാൻ പൊതുവേ ഞാൻ എവിടെ ഇപ്പൊ തിയേറ്ററിൽ പോയിട്ട് മൂവീസ് കാണുകയാണെങ്കിൽ ഞാൻ ഇവരൊക്കെ വാങ്ങി കഴിക്കാറുണ്ടല്ലേ ഗോപ? നിങ്ങളൊക്കെ ഇവരൊക്കെ വാങ്ങിച്ചു കഴിക്കാറുണ്ടെങ്കിൽ ഞാനത് കഴിക്കാറില്ല. പക്ഷെ ആദ്യമായിട്ട് പോപ്കോൺ കഴിച്ചത് ഈ സംഭവം കേട്ടോ. തിയേറ്ററിലെ പോപ്കോണിന്റെ അത്രയല്ല, പക്ഷെ എനിക്ക് ഇതായിട്ട് പുളി ടേസ്റ്റ് അധികം മസാല കൂടുതൽ മിക്സ് ചെയ്തിട്ടുണ്ട്. മസാല ടേസ്റ്റ് അതിലുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ഇതും ഹെൽത്തിന് അത്ര നല്ലതൊന്നുമല്ല, പക്ഷെ വല്ലപ്പോഴൊക്കെ എന്തെങ്കിലും എന്റർടൈൻമെന്റ് ബർത്ത്ഡേ പാർട്ടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളിത് വാങ്ങി ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോ ഞങ്ങള് ഫ്രണ്ട്സിന്റെ ഒക്കെ ഒപ്പം കൂടുമ്പോൾ ഫ്രണ്ട്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തെ. ഈ ജങ്ക് ഫുഡ്സ് ഒക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാന്ന് പറഞ്ഞില്ലേ, ഇതേപോലെ തന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫ്രണ്ട്സും. പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനെ എന്തായാലും പറഞ്ഞ ഫ്രണ്ട്സിനെ പറ്റി പറഞ്ഞല്ലോ, നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെയും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഒരുപാട് എന്ന് പറയാനില്ലെങ്കിലും കുറച്ച് നല്ല ഫ്രണ്ട്സ് ഉണ്ട്. ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. എന്താ പറയാ, പക്ഷെ ഇപ്പൊ എല്ലാരും ലോക്ക്ഡൌൺ എന്നല്ല, കൊറോണ ആയ സമയത്ത് തന്നെ എല്ലാവർക്കും വർക്ക് ഫ്രം ഹോം ആയി. എല്ലാരും നാട്ടിൽ പോയി. ഇവിടെ ആരുള്ള ഇപ്പൊ ഒരുവിധം എല്ലാരും നാട്ടിൽ പോയി. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് എല്ലാരും നാട്ടിൽ പോയി. ഇനി ഒരു 1 year ആയി ഉണ്ടാവും എല്ലാരും നാട്ടിൽ പോയിട്ട്. ഇപ്പൊ കഴിഞ്ഞ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ എല്ലാരും വെയിറ്റ് ചെയ്യാണ്, എല്ലാരും വരണം കൂടണം എന്നൊക്കെ വിചാരിച്ചിട്ട്. ഇതുവരെ നടന്നിട്ടില്ല. എല്ലാരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന. ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാകുമ്പോ ആ ഒരു ഫീല് വേറെ തന്നെയല്ലേ. പുറത്തുനിന്നല്ല, നമുക്ക് നമ്മുടെ വീട്ടിലിരിക്കുന്ന ആ ഒരു സമയം തന്നെ ശരിക്കും പറഞ്ഞാൽ മാക്സിമം എൻജോയ് ചെയ്യും ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടെങ്കിൽ. പിന്നെന്താ അത്രക്കേ ഉള്ളൂ. ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ആണ്. ചായ കുടിക്കാൻ ഞാനിവിടെ ചായ കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു. ചായക്കുന്ന സമയത്താണ് പോകാൻ പറഞ്ഞത്, ഓക്കെ നിന്റെ ഫേവറേറ്റ് ഐറ്റംസ് എല്ലാം അവിടെ ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ എടുത്തത്. ആക്ച്വലി ഇത് ഞങ്ങളുടെ 2ാമത്തെ വ്ളോഗാണ്. അതായത് ഇന്നലെ ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എന്താ പറയാ, ഫ്രണ്ട്ഷിപ്പും ഫ്രണ്ട്സും ഒക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ആയിരിക്കും പുതിയ വ്യൂവേഴ്സൊക്കെ അതിന് ഞങ്ങളുടെ വീഡിയോ കാണുമ്പോൾ ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പൊ ഇന്നലെ ഇട്ട വീഡിയോ തന്നെ പുറത്തുനിന്ന് കുറച്ച് അധികം പേര് കണ്ടിട്ടുണ്ട്, ഫ്രണ്ട്സ് അല്ലാതെ കുറെ പേര് കണ്ടിട്ടുണ്ട്. അതെ, ഫ്രണ്ട്സ് ഇപ്പൊ ഉള്ള ഫ്രണ്ട്സ് നമ്മളെ കാണുന്നത്, അവർ കമന്റ് ചെയ്യുന്നത് ഒരുപാട് സന്തോഷം. അതിനേക്കാൾ നമുക്ക് പുതിയ പുതിയ ഫ്രണ്ട്സിനെ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ലേ. അത് ഇപ്പത്തേക്ക് ഈ സിറ്റുവേഷനിൽ നമ്മുടെ മനസ്സ് ഹാപ്പി ആവുന്ന ഒരു കാര്യമാണ് ഈ പുതിയ ഫ്രണ്ട്സ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. ഒരുപാട് പേര് കമന്റ്, പുതിയ ആളുകളുടെ കമന്റ്സ് ഒക്കെ വായിക്കുമ്പോൾ നല്ല രസമാണ്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പ്രോമിസ് ചെയ്യാം, ചിലപ്പോൾ എല്ലാവരും പറയാറില്ലേ ഒരുപാട് വ്യൂസ് ഒക്കെ ആയി ഒരുപാട് കമന്റ്സ് ഒക്കെ വരുമ്പോൾ ഇപ്പോൾ എന്താ പറയാ, ആർക്കും കമന്റ് ചെയ്യാൻ താല്പര്യം എന്നല്ല, ആർക്കും സമയം ഉണ്ടാവില്ല എന്ന് പറയും. പക്ഷെ ഞാനൊരു കാര്യം പ്രോമിസ് ചെയ്യാം, വരുന്ന കമന്റ്സിനെല്ലാം അറ്റ്ലീസ്റ്റ് ലൈക്കെങ്കിലും ഞാൻ ചെയ്യും, ഞാൻ റിപ്ലൈ തരും. അത് ഞാൻ ഇന്ന് ഗോവനോട് ഞാൻ പറഞ്ഞ കാര്യം. വരുന്ന കമന്റ്സിനെല്ലാം നമുക്ക് അതിനായിട്ടുള്ള ഒരു വാല്യൂ കൊടുക്കണം. അതായത് ഒരു കമന്റ് വരിക എന്ന് പറയുന്നത് ഒരു പുതിയൊരു ഫ്രണ്ടിനെ കിട്ടുക എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഒരു വ്യൂവറിനെ കിട്ടുക എന്ന് പറയുന്നത് ഒരു പുതിയ ഫ്രണ്ടിനെ കിട്ടുന്ന പോലെ തന്നെയാണ്. അവർ നമ്മൾ മനസ്സിലാക്കുന്ന ഫ്രണ്ട്സ് ആയിരിക്കണം. തീർച്ചയായും അവർക്ക് ഞങ്ങൾ റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും. വരുന്ന എല്ലാ വീഡിയോസിനും വരുന്ന എല്ലാ കമന്റ്സിനും ഞങ്ങൾ റിപ്ലൈ കൊടുക്കും തീർച്ചയായും. പിന്നെ പുതിയ പുതിയ വീഡിയോസ് എന്തൊക്കെയാ ഞങ്ങളെ പറ്റി അറിയാൻ, ഞങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാ നിങ്ങൾക്ക് അറിയണ്ടേന്ന് നിങ്ങൾ ജസ്റ്റ് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. കാരണം ഇവിടെ വർക്കിനിടയിൽ നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്, ഇനി അടുത്ത കണ്ടന്റ് എന്തായിരിക്കും ഇടുക. ഇത് ഈ ഒരു കണ്ടന്റ് ഇടാൻ പെട്ടെന്ന് മൈൻഡിൽ വന്നതാണ്. ചായ കുടിക്കുന്ന ഒരു ടൈം കണ്ടപ്പോ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേരുമായി റിലേറ്റഡ് ആയിട്ട് പെട്ടെന്ന് അതെ, ജങ്കൻ ജോളി ബേബിക്കാൻ ചാനൽ ആയതുകൊണ്ട് ജങ്ക് ഫുഡ്സ് കണ്ടപ്പോ ഓൾറെഡി ഇന്നലെ ഞങ്ങൾ ആമസോണിൽ എത്തിച്ച കാരണം കുറെ ഐറ്റംസ് ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത് എടുത്തിട്ട്. ആമസോണിൽ ഇത് മാത്രമല്ല കേട്ടോ, വേറെ റൈസ് ബാക്കി ഫുഡ് ഐറ്റംസ് എല്ലാം വാങ്ങിയിട്ടുണ്ട്. അതിലിപ്പം കുറച്ച് സ്നാക്സും കൂടി ഇങ്ങനെ ഇടയ്ക്ക് ഞങ്ങൾ ഓർഡർ ചെയ്ത്. ഇവിടെ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ. കാരണം ഗോവനാണെങ്കിലും സ്നാക്സ് നന്നായിട്ട് കഴിക്കുന്ന ആളാണ്.
ഞാനാണെങ്കിലും നന്നായിട്ട് കഴിക്കുന്നതാണ്. ഈ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ചിപ്സ് ടി വി കാണുമ്പോഴാണെങ്കിലും പിന്നെ ആളുടെ മെയിൻ ഹോബി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ചിലർക്കുണ്ടല്ലോ മധുരം കഴിക്കുക എന്നുള്ളത്, ചോറ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മധുരം കഴിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെയാണ് ആള് ചോറ് കഴിഞ്ഞിട്ട് ആൾക്ക് എന്തെങ്കിലും ചിപ്സ് അല്ലെങ്കിൽ മിക്സർ ഐറ്റംസ് ആൾക്ക് പതിവാണ്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ എന്താ പറയാ, അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ കണ്ടന്റ്സ് കിട്ടില്ല എന്നല്ല, പക്ഷെ ആലോചിച്ചിരിക്കണം ഇനി എന്താ അടുത്ത കണ്ടന്റ്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് കമന്റ് ചെയ്യണം, ഞങ്ങൾ അതിനെപ്പറ്റി തീർച്ചയായും വീഡിയോ എടുക്കുന്നതായിരിക്കും. പിന്നെന്താ ഇത് പരിചയപ്പെടുക, അത്ര വേറെ ഒന്നും ഈ വീഡിയോയിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും പോരായ്മ തോന്നുകയാണെങ്കിൽ കമന്റ് ചെയ്ത് അറിയാം. അത് സത്യമാണ്. ഞങ്ങള് എന്താ വീഡിയോ എടുത്തൊന്നും പരിചയമില്ലല്ലോ, നമ്മൾ നോർമൽ എന്തെങ്കിലും സെൽഫി എടുക്കാന്നല്ലാണ്ട് ഇങ്ങനെ വ്ലോഗ് എടുത്തൊന്നും ഞങ്ങൾക്ക് പരിചയമില്ല. എന്തെങ്കിലുമൊക്കെ തെറ്റ് നിങ്ങൾക്ക് തോന്നുക, ഞങ്ങൾ ഇനി ഇമ്പ്രൂവ് ചെയ്യണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം കേട്ടോ. എല്ലാവരും കമന്റ് ചെയ്യണം. സത്യം പറഞ്ഞാൽ കമന്റ്സ് വായിക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. അതെ, ഞാൻ ഭയങ്കര ഹാപ്പിയാ. സത്യം പറയാം, ഇന്നലെ രാത്രി ഉറങ്ങുന്നത് വരെ എന്താ പറയാ എത്ര വ്യൂസ് ആയി, കമന്റ്സ് ആരൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം വേറെ അല്ലേ. അതെ, ആൾക്കാർ ഇന്നലെ ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടാവുള്ളൂ. സത്യം പറഞ്ഞാൽ എന്റെ സ്വപ്നത്തില് വരെ എന്റെ യൂട്യൂബും അതുപോലെ ഞാൻ എന്റെ ചാനലും എല്ലാവരും കാണുന്നുണ്ട്, അതൊക്കെ കേട്ടോ ഞാൻ സ്വപ്നത്തിൽ വരെ ഞാൻ ഇന്നലെ കണ്ടത്. ഞാൻ രാവിലെ എണീറ്റ് ഇവിടെ ഗോവനോട് പറയുകയും ചെയ്തു, വൈഫൈ മൊബൈൽ എടുത്ത് വൈഫൈ ഓൺ ആക്കുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞു നമ്മുടെ ചാനൽ ആരൊക്കെ കണ്ടിട്ടുണ്ടെന്ന് വേഗം നോക്കട്ടെ. ഭയങ്കര സന്തോഷമായി സത്യം പറയാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അതെ, അതിനാണ് എക്സൈറ്റ്മെന്റ്. ശരിക്കും പറഞ്ഞാൽ ഗോപൻ എന്നെ വിളിക്കുന്നതേ യൂട്യൂബ് റാണിന്നാ. ഞാൻ എല്ലാവരും മൊബൈൽ രാവിലെ ഒക്കെ എണീച്ച് എല്ലാവരും മൊബൈൽ പറയണേക്കാൾ മുന്നേ ഞാൻ ഒരു കാര്യം പറയാം. യൂട്യൂബ് ഒന്നും യൂസ് ചെയ്യാനോ മൊബൈലിൽ അങ്ങനെയുള്ള യൂട്യൂബ് എന്താന്ന് അറിയില്ല, OTT വീഡിയോസ് അങ്ങനെ ഒന്നും ആൾ ഇൻട്രസ്റ്റഡ് അല്ലായിരുന്നു. എന്നൊരു സമയത്ത് ആള് യൂട്യൂബ് യൂസ് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം ആളാണ് അഡിക്റ്റ്. ഗോപൻ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്. യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തല്ല, യൂട്യൂബ് വീഡിയോസ് കാണാൻ സ്റ്റാർട്ട് ചെയ്തത്. ആദ്യമൊന്നും എനിക്ക് അങ്ങനെ യൂട്യൂബ് താല്പര്യം യൂട്യൂബ് കാണാൻ ആദ്യം എങ്ങനെയാ ഇൻട്രസ്റ്റ് തോന്നിയത്, ഞാൻ എൻ്റെ അടുത്ത് എപ്പോഴും പറയും, ഞാൻ പല പല സിനിമകൾ കാണാറുണ്ട്. അപ്പോൾ ആ സിനിമകളെ കുറിച്ചിട്ട് ഞാൻ ആളോട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ആളെന്നോട് ചോദിക്കും, ജെനി ചോദിക്കും എന്താന്ന് വെച്ചാൽ ആ സിനിമ നിങ്ങൾ എവിടുന്ന് കണ്ടു, എങ്ങനെ കണ്ടു എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ ആ സിനിമ യൂട്യൂബിലുണ്ട്, നീ യൂട്യൂബിൽ നോക്കും. ആള് യൂട്യൂബിൽ ചെക്ക് ചെയ്യാനേ ഇൻട്രസ്റ്റ് കാണിക്കില്ല. എന്നൊരു ദിവസം ആളതിന് ഇൻട്രസ്റ്റഡ് ആയി. പിന്നീട് ഇപ്പൊ ആള് യൂട്യൂബില് ഫുൾ. ഇപ്പൊ എല്ലാരും രാവിലെ എണിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കിടക്കാൻ നേരത്തൊക്കെ നിങ്ങളൊക്കെ എടുക്കുന്നത് ഫസ്റ്റ് എന്തായിരിക്കും, ഒന്നെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ വാട്സപ്പ്. ഞാനും അതുപോലെ തന്നെ ആയിരുന്നു. ഫസ്റ്റ് ഫേസ്ബുക്കും വാട്സപ്പൊക്കെ തന്നെയായിരുന്നു എനിക്ക്, ഇൻസ്റ്റാഗ്രാം അങ്ങനെയൊക്കെ. പക്ഷെ ഇപ്പോൾ എനിക്ക് അതിനേക്കാളൊക്കെ ഫേസ്ബുക്കിലും വാട്സപ്പിലൊന്നും ഇപ്പൊ ആരും ചാറ്റ് ചെയ്യാനൊന്നും ആർക്കും താല്പര്യമോ സമയം ഉണ്ടാവില്ല. പക്ഷെ ഫസ്റ്റ് ഞാൻ മൊബൈൽ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ കയറുന്ന യൂട്യൂബിലായിരിക്കും. കാണുന്ന ഫുൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ചാനൽസ് ഉണ്ട്. ഞാൻ എല്ലാവരും ലൈക്ക് ചെയ്യാറുണ്ട്, കമന്റ് ചെയ്യാറുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട്. അതൊക്കെ കാണുമ്പോഴാണ് എൻ്റെ സന്തോഷം എന്ന് പറയുന്നത്. ഒരുപാട് വീഡിയോസ് കാണാറുണ്ട്. മാക്സിമം എന്താ പറയുക, യൂട്യൂബിൽ ഇറങ്ങുന്ന എല്ലാ സ്റ്റോറീസ് അല്ല എല്ലാ കാര്യങ്ങളും ഞാൻ അപ്പം അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഗോപൻ്റെ അടുത്ത് പോയിട്ട് പറയാറുണ്ട്, ഇന്ന് എൻ്റെ ചാനലിൽ അത് വന്നിട്ടുണ്ട്, ഞാൻ കാണുന്ന ചാനൽ ഇത് വന്നിട്ടുണ്ട്, അങ്ങനെ എല്ലാ വിശേഷങ്ങളും ഞാൻ പോയി പറയാറുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഗോപൻ എനിക്കിട്ട നിക് നെയിം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് റാണി എന്നാണ്. യൂട്യൂബിൽ നിന്ന് ഗോപൻ പറയാറുണ്ട്, ഇനി എന്തെങ്കിലും അവാർഡ് യൂട്യൂബ് ഏറ്റവും കൂടുതൽ യൂട്യൂബ് കാണുന്നവർക്കുള്ള വല്ല അവാർഡും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ജനിക്കായിരിക്കും ചിലപ്പോൾ വരിക, കാത്തിരുന്നോളാൻ പറയാറുണ്ട്. അത്രയ്ക്ക് ഞാൻ യൂട്യൂബ് കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇൻസ്പയർഡ് ആയിട്ടായിരിക്കും ആൾക്കൊരു യൂട്യൂബ് ചാനലിൽ പുതിയ വീഡിയോസ് ആളുടെ ലൈഫുമായി റിലേറ്റഡ് ആയ കുറേ കണ്ടന്റുകൾ ഇടാൻ ആൾ ആഗ്രഹിക്കുന്നു. അതെ, ഹോം ടൂറൊക്കെ ചെയ്യണമെന്ന് ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ പണ്ട് മുതലേ. അതായത് എന്താ പറയാ, നമ്മളൊക്കെ വീടൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പേ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമായിരുന്നു ഒരു നല്ലൊരു വീട് ഉണ്ടാക്കണം, എന്നിട്ട് നമുക്ക് അതിൽ ഹോം ടൂർ ചെയ്യണം എന്നൊക്കെ. അതൊക്കെ പക്ഷെ ഹോം ടൂർ എന്നുള്ള പേരൊക്കെ ഇപ്പോഴായിരിക്കും വന്നത്. പക്ഷെ അതിന് മുമ്പൊക്കെ നമ്മൾ ആഗ്രഹിക്കാറുണ്ടായിരുന്നു വീടിന്റെ ഫുൾ വീഡിയോ നല്ല സെറ്റ് ചെയ്യണം, അതെ, എന്നിട്ട് നമ്മളിങ്ങനെ യൂട്യൂബിൽ ഇടണം. അതൊക്കെ ഞങ്ങളുടെ പണ്ട് മുതലുള്ള ആഗ്രഹങ്ങളായിരുന്നു. നല്ലൊരു വീട് ഉണ്ടാക്കിയിട്ട് അത് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ട് വീഡിയോ എടുത്ത് നമുക്ക് അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ. അതിനൊക്കെ ഇപ്പോൾ ഹോം ടൂർ എന്നൊക്കെ പറഞ്ഞ് വന്നു. എന്നാലും അതും സെറ്റ് ചെയ്യാന്ന് മൈൻഡിൽ വിചാരിക്കുന്നുണ്ട്. ഇനി കുറച്ചുകൂടെ പണിയുണ്ട്. ഇപ്പോൾ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി കുറച്ചുകൂടെ പെൻഡിങ് വർക്ക്സ് ഒക്കെ തീർത്തിട്ട് ഹോം ടൂർ ഇടുന്നതായിരിക്കും തീർച്ചയായും. അപ്പോൾ ഈ വീഡിയോ
ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പറയാനായിട്ട്. സ്റ്റോപ്പ് ചെയ്യാം. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുക. അവര് ക്ലോയിൽ പറഞ്ഞതാണ്. എഴുതി അറിയിക്കല്ല, കമന്റ് ലൈക്ക് സബ്സ്ക്രൈബ് എഴുതി അറിയിക്കാൻ തിരനോട്ടം പരിപാടിയാണ്. തീർച്ചയായും എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക്സ് ഓൾ, ബൈ ബൈ. ബൈ.